നോഹയുടെ പെട്ടകത്തിന്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്, അല്ലേ? പക്ഷേ ആ മഹാപ്രളയത്തിനു മുൻപ് നടന്ന ഒരു നിഗൂഢമായ ജനനത്തെക്കുറിച്ചോ മനുഷ്യന്റെ വിധിയെ തന്നെ മാറ്റിമറിച്ച മാലാഖമാരുടെ ഒരു രഹസ്യത്തെക്കുറിച്ചോ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ശരി, നമുക്ക് ആഴങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ഈ പുരാതന വിവരണം വായിക്കുമ്പോൾ കഥ തുടങ്ങുന്നതൊരു പ്രളയത്തോടെയല്ല, മറിച്ച് നോഹ എന്ന ഒരു കുട്ടിയുടെ അത്ഭുതകരമായ ജനനത്തോടെയാണ്. ആ ജനനം കണ്ടിട്ട് അവന്റെ സ്വന്തം അച്ഛൻ പോലും ഭയന്നുപോയി. അപ്പോ ഈ കഥയിലെ പ്രധാന കഥാപാത്രം ലാമെക്ക് എന്ന പിതാവാണ്. തന്റെ കൺമുന്നിൽ പിറന്നുവീണ കുഞ്ഞിനെ കണ്ട് അദ്ദേഹം ശരിക്കും ഞെട്ടിത്തരിച്ചുപോയി. കാരണം ആ കുഞ്ഞ് തന്റേതല്ല, മറിച്ച് സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവദൂതന്മാരുടെ കുഞ്ഞാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. എന്തുകൊണ്ടാണ് ലാമെക്ക് അങ്ങനെ ചിന്തിച്ചത്? അല്ലേ, കാരണം വളരെ ലളിതമാണ്. തന്റെ മകന്റെ രൂപം ഒരു സാധാരണ മനുഷ്യക്കുഞ്ഞിനെ പോലെ ആയിരുന്നില്ല. അവന്റെ ശരീരം മഞ്ഞുപോലെ വെളുത്തിരുന്നു, കണ്ണുകളാണെങ്കിലോ സൂര്യരശ്മികൾ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഈ കാഴ്ച കണ്ടപ്പോൾ ആ കുട്ടിയുടെ ഉത്ഭവത്തെക്കുറിച്ച് ഭയാനകമായൊരു സംശയം അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് വന്നു. ഈ ഭയം അദ്ദേഹത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് ലാമെക്ക് നേരെ തന്റെ പിതാവായ മെതൂസലായുടെ അടുത്തേക്ക് ഓടി. എന്നിട്ട് യാചിച്ചു, ദയവായി ദൂതന്മാർക്കിടയിൽ താമസിക്കുന്ന ഒരേയൊരു വ്യക്തിയായ ഹാനോക്കിനോട് ഇതിന്റെ സത്യം എന്താണെന്ന് ചോദിച്ചറിയണം. തന്റെ മകന്റെ ആ ഒരു നിസ്സഹായമായ അപേക്ഷയുമായി മെഥൂസുല ഒരു വലിയ യാത്രയ്ക്ക് തന്നെ തയ്യാറായി. ഈ നവജാത ശിശുവിന്റെ പിന്നിലെ രഹസ്യമറിയാൻ വേണ്ടി മാത്രം അദ്ദേഹം ഭൂമിയുടെ അറ്റങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ഹാനോക്ക് അവരുടെ ഭയങ്ങൾ ശരിയാണെന്ന് സമ്മതിച്ചു. പക്ഷേ സത്യം അവർ ചിന്തിച്ചതിനേക്കാളും എത്രയോ ഭയാനകമായിരുന്നു. അതെ, കർത്താവ് ഭൂമിയിൽ പുതിയതും അതിവിനാശകരവുമായ ഒരു കാര്യം ചെയ്യാൻ പോകുകയായിരുന്നു. ഇവിടെയാണ് കഥ ശരിക്കും മാറുന്നത്. വരാനിരിക്കുന്ന ആ വലിയ നാശത്തിന് കാരണം മനുഷ്യന്റെ പാപം മാത്രമല്ല, മറിച്ച് അതിലും വലുതായ ഒന്നാണ്. സ്വർഗത്തിലെ മാലാഖമാർ നടത്തിയ ഒരു നിയമലംഘനം. അപ്പോൾ എങ്ങനെയാണ് ഈ മാലാഖമാർ ലോകത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്? ഹാനോക്ക് അത് 4 ഘട്ടങ്ങളായിട്ട് വിവരിക്കുന്നുണ്ട്. ഈ 4 കാര്യങ്ങളാണ് ലോകത്തിന്റെ അന്ത്യത്തിന് വഴിയൊരുക്കിയത്. ഈ അഴിമതിയെല്ലാം ഒരു മഹാവിപത്തിലേക്കാണ് നയിക്കാൻ പോകുന്നത്. ഭൂമിയെ മുഴുവനായി ശുദ്ധീകരിക്കാൻ പോകുന്ന ഒരു വലിയ പ്രളയം. ശരി, ഇനി നമുക്ക് ആ രഹസ്യങ്ങളിലേക്ക് കടക്കാം. എന്തൊക്കെയായിരുന്നു ആ മാലാഖമാർ മനുഷ്യരെ പഠിപ്പിച്ചത്? ലോകം എന്തുകൊണ്ടാണ് ഇത്രയധികം ദുഷിച്ചുപോയതെന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ പുരാതന ഗ്രന്ഥത്തിലെ കാര്യങ്ങൾ വെറുതെ പറഞ്ഞു പോവുകയല്ല. ഈ കുറ്റം ചെയ്ത മാലാഖമാരുടെ പേരും അവർ മനുഷ്യരാശിക്ക് കൈമാറിയ വിനാശകരമായ അറിവുകളും വരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇത് നിസ്സാര കാര്യങ്ങളായിരുന്നില്ല. ലോഹങ്ങളുണ്ടാക്കുന്നതും യുദ്ധത്തിനുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നതും മുതൽ എഴുതാനും വായിക്കാനും, എന്തിന് മന്ത്രവാദവും ആഭിചാരവും വരെ അതിലുൾപ്പെട്ടിരുന്നു. ഈ അറിവുകളാണ് ലോകത്തെ നാശത്തിലേക്ക് തള്ളിവിട്ടത്. ഇതോടെ ലോകത്തിന്റെ വിധി ഏകദേശം ഉറപ്പായി. ഇനി വരാനിരിക്കുന്നത് 2 വ്യത്യസ്ത ന്യായവിധികളാണെന്നാണ് ഹാനോക്ക് വെളിപ്പെടുത്തുന്നത്. ഇവിടെയാണ് നമ്മൾ ആ വലിയ വ്യത്യാസം കാണുന്നത്. ഒരു വശത്ത് വീണുപോയ മാലാഖമാർക്ക് എന്നേക്കുമുള്ള ശിക്ഷ, എന്നാൽ മറുവശത്ത് നോഹയ്ക്കും അവന്റെ കുടുംബത്തിനും സംരക്ഷണത്തിന്റെ ഒരു വാഗ്ദാനവും ഒരു പുതിയ തുടക്കവും. ഒടുവിൽ ഹാനോക്ക് മെഥൂസലായോട് ആ നിർണായകമായ കാര്യം പറയുന്നു. ആ കുട്ടി യഥാർത്ഥത്തിൽ ലാമെക്കിന്റെ മകൻ തന്നെയാണ്. അവനെ നോഹ എന്ന് വിളിക്കണം. കാരണം ആ പേരിനർത്ഥം അവൻ ആശ്വാസവും അതിജീവനവും കൊണ്ടുവരും എന്നായിരുന്നു. അപ്പോൾ ഈ ന്യായവിധി എങ്ങനെയായിരിക്കും നടപ്പാക്കുക? അതും വളരെ ഭീകരമായ രീതിയിലാണ്. ശിക്ഷയുടെ മാലാഖമാർ ഭൂമിക്കടിയിലെ ജലത്തിന്റെ ശക്തിയെ അഴിച്ചുവിട്ട് സർവ്വതും നശിപ്പിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കേട്ടുപരിചയിച്ചൊരു കഥയുടെ പിന്നിൽ ഇങ്ങനെയൊരു അധ്യായം കൂടി ഉണ്ടെന്നറിയുമ്പോൾ ആ കഥയ്ക്ക് മൊത്തത്തിലൊരു മാറ്റം വരികയല്ലേ? ഇത് കേവലം മനുഷ്യന്റെ പാപത്തിന്റെ കഥയല്ലാതായി മാറുന്നു, മറിച്ച് സ്വർഗവും ഭൂമിയും തമ്മിൽ നടന്ന ഒരു വലിയ യുദ്ധത്തിന്റെ അവസാന അധ്യായമായി മാറുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ കേട്ടു വളർന്ന കഥകളുടെ എല്ലാം പിന്നിൽ ഇതുപോലെ മറിഞ്ഞിരിക്കുന്ന എത്ര ഏടുകൾ ഇനിയും ഉണ്ടാകാം.